സ്മൃതി എക്സിക്യൂട്ടീവ് എഡിറ്റർ നമ്മൾക്കൊപ്പം ചേർന്നു. സ്മൃതി, നമ്മുടെയൊക്കെ മാധ്യമ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല ക്യാമ്പയിനുകളും ഏറ്റെടുത്തിട്ടുണ്ട്. അതൊരു പക്ഷേ 1-2 ആഴ്ച ആ ക്യാമ്പയിനുകൾ നിൽക്കുകയും പല സ്റ്റോറികളോ അതല്ലെങ്കിൽ മിനി ലൈവാത്തോണുകളോ അവതരിപ്പിച്ച് പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സ്റ്റുഡിയോയിൽ ഇരുന്ന് ഗസ്റ്റുകളുമായി സംവദിച്ച് കടന്നു പോകുന്ന ക്യാമ്പയിനുകളേക്കാൾ എത്രയോ അർത്ഥവത്തായിരുന്നു നമ്മളിന്ന് ഈ വെയിലത്ത്, ഈ ചൂടത്ത്, ഈ റംസാൻ മാസത്തിൽ മലപ്പുറത്തുകൂടി നടത്തിയ യാത്ര. ആ യാത്രയിൽ സ്മൃതി പരുത്തിക്കാട് എന്നൊരു മാധ്യമപ്രവർത്തകയ്ക്ക് തോന്നിയത് എന്താണ്? ഒരു അമ്മ കൂടിയാണല്ലോ സ്മൃതി. തീർച്ചയായിട്ടും എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് തുടങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ഉത്തരവാദിത്തത്തെക്കാൾ ഇപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ യാത്ര അവസാനിക്കാറാകുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം 10 മടങ്ങ് കൂടി എന്നുള്ളതാണ്. കാരണം നമുക്കിനി ഈ യാത്ര ഇങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എന്നും ഒരു വണ്ടി എടുത്ത് പോവുക എന്നുള്ളതല്ല, ഇതിനെതിരായ ലഹരി വിരുദ്ധ യാത്ര എന്നുള്ളത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ശരിയാണ്, ഈ നോമ്പ് കാലത്ത് സാധാരണഗതിയിൽ മലപ്പുറത്തായാലും കോഴിക്കോട്ടായാലും കടകളെല്ലാം അടഞ്ഞു കിടക്കും. ആളുകൾ പുറത്തേക്ക് പകൽ സമയങ്ങളിൽ അധികം ഉണ്ടാകാറില്ല. അങ്ങനെയാണ് കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും ഒരു പരിസരം. പക്ഷേ ഇന്നത്തെ ദിവസം നോക്കൂ, നമ്മളിങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്നറിഞ്ഞ് വിവിധ സംഘടനകൾ, എത്ര സന്നദ്ധ സംഘടനകളാണ് ഇപ്പോൾ ഒരു കൂട്ടം യുവാക്കൾ ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട് അല്ലേ. ഷിരൂരിലേക്ക് പോയവർ തന്നെയാണ് പിന്നീട് വയനാട്ടിലെത്തിയത്. അവർ തന്നെയാണ് ഇപ്പോൾ മുക്കത്ത് ലഹരി വിരുദ്ധ ക്യാമ്പയിനും അവർ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതൊരു തുടർച്ചയാവുകയാണ്. ഇത് സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ഒരു വലിയ വിഭാഗം ഉണർന്നു വരുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളും പല രൂപത്തിലൊക്കെ ഈ ക്യാമ്പയിനുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ചെയ്തതുകൊണ്ടാണ് അവരെത്രത്തോളം നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയത്. എത്ര അമ്മമാർ നമ്മളോട് സംസാരിച്ചു, എത്ര രക്ഷിതാക്കൾ, വ്യാപാരി വ്യവസായി സംഘടനകളുടെ ആൾക്കാരായാലും ടീച്ചേഴ്സ് വന്ന് സംസാരിച്ചു. അതിൽ പ്രായമായ ഒരു ടീച്ചർ, ഒരു അമ്മ വന്ന് പറയുന്നതായിട്ടില്ലേ, കുട്ടികളെ ഉപദേശിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതി കാണുമ്പോൾ ഭയം തോന്നുന്നു. അത് വി.ഡി. സതീശൻ സഭയിൽ അവതരിപ്പിച്ചൊരു കാര്യമാണ്. കാരണം ഈ പ്രതികരണം വേറെ രൂപത്തിലാകുന്നത് ഉറപ്പായിട്ടും അത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. അവർക്ക് മുന്നിൽ നിൽക്കുന്ന അമ്മയാണെന്നോ ടീച്ചറാണെന്നോ അല്ലെങ്കിൽ തന്നെക്കാൾ മുതിർന്ന ഒരു വ്യക്തിയാണെന്നോ ഉള്ള ഒരു ബഹുമാനവുമില്ല. നമ്മൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് 9ാം ക്ലാസ്സുകാരനായ സഹോദരൻ 6ാം ക്ലാസ്സുകാരായ സഹോദരിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതും ലഹരിക്ക് അടിമപ്പെട്ടിട്ടാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ബോധത്തോടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി സമയമില്ല, ഇപ്പോഴിറങ്ങിയാലേ നടക്കൂ എന്ന ഒരു തോന്നൽ ഓരോ മനുഷ്യരിലും, നമ്മൾ കണ്ട ഓരോ മനുഷ്യരിലും അതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആ അമ്മ വന്ന് കരഞ്ഞിട്ട് നമ്മൾ ആ കരച്ചിൽ കണ്ട് ആ കരച്ചിൽ അവർ അവസാനിപ്പിക്കുന്നത്. അവർ അവസാനം തലകറങ്ങി വീഴുകയായിരുന്നു. സുജിയെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ അമ്മ പറയുന്നത്, എനിക്ക് മക്കളെ സ്നേഹിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടണമെന്നാണ്. അതെന്താണ്? അമ്മയ്ക്ക് മകനോട് അങ്ങോട്ട് സ്നേഹത്തോട് പെരുമാറാൻ ഭയമാണ്. ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ആ മകളിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന പ്രതികരണം ഭയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അത് ഇന്നും ഇന്നലെ തുടങ്ങിയതില്ല. അവർക്കത് എവിടെ പറയണമെന്നോ എങ്ങനെ പരിഹരിക്കണമെന്നോ അറിയില്ല. പോലീസ്, അത് മിക്ക രക്ഷിതാക്കളും ഇന്നിപ്പോൾ പ്രതികരിച്ച പല ആളുകളും പറഞ്ഞു, എങ്ങനെയാണ്, എവിടെ നിന്ന് തുടങ്ങണം? രക്ഷിതാക്കൾ സമ്മതിക്കണം. ഒരു സ്കൂളിലെ പ്രതിനിധി പറയുന്നുണ്ട്, രക്ഷിതാക്കൾ തങ്ങളുടെ മക്കൾ ഈ വഴിക്ക് പോകുന്നുണ്ടെന്ന് സമ്മതിക്കണം. അങ്ങ് സമ്മതിക്കാൻ ഒരുപക്ഷെ ഒരു രക്ഷിതാവിന് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് എങ്ങനെയാണത് പരിഹരിക്കേണ്ടത്? ആദ്യം മകൻ്റെ സ്വഭാവത്തിൽ കുഴപ്പമുണ്ടോ എന്ന് മനസ്സിലാക്കുകയും അവനെ പ്രശ്നത്തിലാക്കുന്ന കാര്യത്തിലേക്കല്ലല്ലോ, അവനെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചനയിലേക്ക് പോകാൻ കഴിയും. ആ നിലയ്ക്ക് അവരെ നമ്മൾ ബോധവൽക്കരിക്കാൻ നമുക്ക് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. നമ്മൾ കടന്നു വന്ന വഴികൾ എന്ന് പറഞ്ഞാൽ മഞ്ചേരി തൊട്ട് ഇപ്പോൾ കോഴിക്കോട് എത്തി നിൽക്കുകയാണ്. ഇത് മലബാറിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഇനി അങ്ങോട്ട് എത്ര കടക്കാനുണ്ട്? നമ്മളിപ്പോൾ ഇത്രയും കടക്കുമ്പോൾ തന്നെ ഇത്രയും പ്രതികരണങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ അനുഭവം തന്നെയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ മാധ്യമ ജീവിതത്തിൽ ഞാൻ പറയും, നമ്മളിപ്പോൾ റിപ്പോർട്ടിങ്ങിലാണെങ്കിലും ഒരു റിപ്പോർട്ട് ചെയ്യാൻ പോയി ആ വാർത്ത വന്നു, അതിൻ്റെ ഒരു പ്രതികരണം എടുക്കുന്നു. ഇത് എത്ര പ്രതികരണങ്ങളാണ്, എത്ര അമ്മമാരാണ്, എത്ര ഒരു ഉമ്മയ്ക്ക് ആ മുഖം മറച്ച് ആ ആൾക്കൂട്ടത്തിൽ വന്ന് പറയേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇനി ഒരു സാഹചര്യമല്ല, ഇപ്പം പറഞ്ഞില്ലെങ്കിൽ ഇനിയില്ല, ഇപ്പോഴെങ്കിലും എൻ്റെ മകനെ തിരിച്ചു കിട്ടാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ നമ്മളെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രിയുടെ പ്രതികരണമൊക്കെ വരുന്നത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ച് ഈ വെയിലത്തിറങ്ങാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളെ കാത്തിരുന്നവരും അതുപോലെ ബുദ്ധിമുട്ടി 2 മണിക്കും 1 മണിക്കൊക്കെ നട്ടുച്ച വെയിൽ കാത്തിരിക്കുന്ന കുട്ടികളടക്കം അല്ലേ. അത് മാത്രമല്ല, നമ്മുടെ കൂടെ വോളണ്ടിയർമാരായി വന്ന പെൺകുട്ടികൾ, കോളേജ് കുട്ടികളൊക്കെ, അവരൊക്കെ എത്ര വെയിൽ കൊണ്ടിട്ടാണ് അവർ നമ്മുടെ കൂടെ വരുന്നത്, എത്ര ദൂരം അവർ സഞ്ചരിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വാഹന ജാതിയിൽ ബൈക്കിൽ പോയവർ, കാറിൽ പോയവരൊക്കെ ചൂട് കൊണ്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചൂട് എന്ന് പറയുന്നത് വേറെ ഒരു പൊള്ളലിൽ നിന്നും പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ്.
ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നമ്മുടെ യുവത്വത്തെ, നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി 15ഉം 14 വയസ്സുള്ള കുട്ടികൾ മുതൽ സ്കൂളുകളിലേക്ക് വരുന്നു. കൊച്ചു കുട്ടികൾ വരെ ബോധത്തോടുകൂടി പറയുന്ന കേട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്നു, ഞാൻ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിന് വേണ്ടി വന്നത് അതുകൊണ്ടാണ്, ഞാൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഈ കാര്യം, ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷവും പ്രതീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഭൂരിപക്ഷം എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ബാക്കിയുള്ളവരെയും മടക്കി കൊണ്ടുവരാനുള്ള ശ്രമം നടത്താൻ ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ പോലീസുകാർ മാത്രമല്ല, എല്ലാവരിലും ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുക്കുക എന്നുള്ളതല്ല. എല്ലാവരിലും ഒരു പോലീസ് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണ് എല്ലായിടത്തും ഉണ്ടാണ്. നമ്മുടെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു, ആരുമായിട്ടാണ് കൂട്ടുവിടുന്നത്, എവിടെയാണ് റോഡുകളിൽ വേറെ രൂപത്തിൽ ഇവർ പെരുമാറുന്നതെന്ന് കണ്ടറിഞ്ഞ് അവരെ അതിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ അവരുടെ മേൽ കണ്ണുണ്ട്. കുട്ടി ലഹരി ഉപയോഗിക്കുന്നവരുടെ മേലല്ല, ലഹരി കൊണ്ട് നടന്ന് ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നവരുടെ മേലും ഈ നമ്മുടെ മുഴുവൻ കണ്ണുകളുണ്ട് എന്ന ഭയം അവർക്കിരിക്കട്ടെ എന്നുള്ളതാണ്. ആ ഭയം ഇരിക്കട്ടും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. റിപ്പോർട്ടർ TV നടത്തുന്ന ഈ മെഗാ റാലി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളത്.